രാംപൂർ എന്ന പേരിൽ ഒരു ഗ്രാമമുണ്ടായിരുന്നു. അവിടെ ഒരു പാവപ്പെട്ട കുട്ടി രാജു തന്റെ അച്ഛനമ്മമാരോടൊപ്പം ജീവിച്ചിരുന്നു. രാജുവിന് കോട്ടിടണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അവൻ കോട്ടിട്ട് വലിയ പണക്കാരനെ പോലെ ജീവിക്കാൻ ആഗ്രഹിച്ചു. പക്ഷേ ദാരിദ്ര്യം കാരണം അവനത് വാങ്ങിക്കാൻ സാധിച്ചില്ല. ഒരു ദിവസം രാജു ഇങ്ങനെ ചിന്തിച്ചു, ദിവസവും കുറെ പണം സ്വരുക്കുട്ടി വെച്ചാൽ തനിക്കും ഒരു കോട്ട് വാങ്ങിക്കാൻ കഴിയുമെന്ന് അവന് തോന്നി. അങ്ങനെ അവൻ ദിവസവും പണം ചേർത്ത് വെക്കാൻ തുടങ്ങി. അമ്മേ, ഞാൻ ഇന്നു മുതൽ ആവശ്യമില്ലാതെ പണം ചിലവാക്കില്ല. വളരെ നല്ല കാര്യമാണ് മോനെ. പക്ഷേ പെട്ടെന്ന് എന്താ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്? അമ്മേ, കോട്ട് വാങ്ങിക്കാൻ ഞാൻ തന്നെ പണം ചേർത്ത് വെക്കാൻ തീരുമാനിച്ചു. അത് കേട്ട അമ്മ കരയാൻ തുടങ്ങി. എന്തു പറ്റി അമ്മേ? അമ്മ എന്തിനാ കരയുന്നത്? നോക്കു മോനെ, ഞാനൊരു നിർഭാഗ്യവതിയാ. എന്റെ ഒരേ ഒരു മോന്റെ ആഗ്രഹം പോലും നിറവേറ്റാൻ കഴിയുന്നില്ല. അമ്മേ, അതിനെക്കുറിച്ച് വിഷമിക്കണ്ട. 2 മാസത്തിന് ശേഷം രാജു താൻ സ്വരുക്കുട്ടി വെച്ച പണം എണ്ണി നോക്കി. പക്ഷേ അത് അത്രയധികം ഉണ്ടായിരുന്നില്ല. ആ പണം കോട്ട് വാങ്ങാൻ മതിയാവില്ല. രാജുവിന് വല്ലാത്ത വിഷമം തോന്നി. അടുത്ത ദിവസം രാജുവിന്റെ പിറന്നാളായിരുന്നു. പക്ഷേ അവൻ ദുഃഖിതനായിരുന്നു. അവൻ തന്റെ കൂട്ടുകാരെ കാണാൻ വേണ്ടി പോയി. പോകുന്ന വഴിക്ക് പെട്ടെന്ന് അവനൊരു ശബ്ദം കേട്ടു. അവൻ അടുത്തു ചെന്ന് നോക്കിയപ്പോൾ വയസ്സായ ഒരു സ്ത്രീ താഴെ വീണ് കിടക്കുന്നത് കണ്ടു. അവർ വേദന കൊണ്ട് പുളയുകയായിരുന്നു. മുത്തശ്ശിക്ക് എന്തു പറ്റി? എന്താ ഇവിടെ വീണ് കിടക്കുന്നത്? എനിക്ക് ഈ ലോകത്ത് ആരുമില്ല മോനെ. എനിക്ക് കുടിക്കാൻ അല്പം വെള്ളം കൊണ്ടുവന്ന് തരാമോ മോനെ? രാജു 4 പാടും നോക്കി. കണ്ണെത്തുന്ന ദൂരത്ത് എവിടെയും വെള്ളം കണ്ടില്ല. എവിടെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ പോയി. പിന്നീട് അവൻ ഇല കൊണ്ട് കുമ്പിൾ കുത്തി അതിൽ വെള്ളം കൊണ്ടുവന്ന് കൊടുത്തു. മരിക്കാൻ കിടന്ന എനിക്ക് വെള്ളം കൊണ്ടുവന്ന് സഹായിച്ച നിനക്ക് പുണ്യം കിട്ടും. ഇന്നു മുതൽ നീ എന്തൊക്കെ ആഗ്രഹിക്കുന്നോ അതെല്ലാം നിനക്ക് നിറവേറും. ഇങ്ങനെ പറഞ്ഞിട്ട് ആ മുത്തശ്ശി കണ്ണടച്ചു. രാജുവും അവിടെ നിന്ന് പുറപ്പെട്ടു. അടുത്ത ദിവസം രാവിലെ രാജു ഉണർന്നപ്പോൾ അവന്റെ കിടക്കയിൽ മനോഹരമായ ഒരു കോട്ടിരിക്കുന്നുണ്ടായിരുന്നു. അമ്മേ, ഇവിടെ ആരെങ്കിലും വന്നോ? ഇവിടെ കോട്ട് മറന്നു വെച്ചിട്ട് പോയല്ലോ. ഇവിടെ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. രാവിലെ മുതൽ ഇവിടെ ആരും വന്നിട്ടേ ഇല്ലല്ലോ. അപ്പൊ ഈ കോട്ട് എവിടുന്നാ വന്നത്? എന്ന് പറഞ്ഞ ഉടനെ രാജുവിന് ആ മുത്തശ്ശിയുടെ വാക്കുകൾ ഓർമ്മ വന്നു. പിന്നീട് അവൻ നടന്ന കാര്യങ്ങളെക്കുറിച്ച് അമ്മയോട് വിശദീകരിച്ചു. രാജുവിന് വലിയ സന്തോഷമായി. എന്നിട്ടവൻ ആ കോട്ടെടുത്ത് ധരിച്ചു. അവന്റെ സന്തോഷം വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാനാവില്ല. പിന്നീട് അവൻ കോട്ടിന്റെ പോക്കറ്റിൽ കൈയിട്ട ഉടനെ അതിൽ നിന്ന് അവനൊരു സ്വർണ്ണ നാണയം കിട്ടി. അത് കണ്ട രാജുവിന് സന്തോഷം അടക്കാനായില്ല. അച്ഛനമ്മമാരോട് അതിനെക്കുറിച്ച് പറഞ്ഞു. അച്ഛാ, ഇത് കണ്ടോ? എന്റെ കോട്ടിന്റെ പോക്കറ്റിലുണ്ടായിരുന്നതാ. അതിങ്ങി തന്നേ, ഞാൻ എന്താണെന്ന് നോക്കട്ടെ. അച്ഛാ, ഇത് സ്വർണ്ണ നാണയമാണെന്ന് തോന്നുന്നു. സ്വർണ്ണ നാണയം കണ്ട അച്ഛനും അമ്മയും അതിശയിച്ചുപോയി. അവർക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു പിടിയുമില്ലായിരുന്നു. ആഹാ, ഇത് സ്വർണ്ണ നാണയമല്ലേ? ഇത് കോട്ടിനുള്ളിൽ എങ്ങനെയാ എത്തിയത്? ഒന്നും മനസ്സിലാവുന്നില്ല. നമ്മളിപ്പോൾ ഇത് വെച്ച് എന്ത് ചെയ്യാനാ? ഇത് നമ്മുടെ മോൻ ചെയ്ത നല്ല കാര്യത്തിന് കിട്ടിയ പ്രതിഫലമാണ്. അടുത്ത ദിവസം രാജുവിന്റെ അച്ഛനമ്മമാർ പുറത്തുപോയിട്ട് വീട്ടിലേക്ക് തിരിച്ചു വന്നു. അവർ വന്ന ഉടനെ വീണ്ടും രാജു ഒരു സ്വർണ്ണ നാണയമെടുത്ത് അവരെ കാണിച്ചു. ഇത് കണ്ടോ അച്ഛാ? എനിക്ക് വീണ്ടും ഒരു സ്വർണ്ണ നാണയം കോട്ടിൽ നിന്ന് കിട്ടി. പോക്കറ്റിലുണ്ടായിരുന്നു. അവന്റെ അമ്മ അവനോട് ചോദിച്ചു, ഇന്നും ഇതെവിടുന്നാ വന്നത്? അമ്മേ, അതെനിക്കറിയില്ല. ഞാൻ കോട്ടിൽ കൈയിട്ട ഉടനെ ഇതെനിക്ക് കിട്ടിയതാണ്. ഇന്നലത്തെ പോലെയാണ് ഇന്നും കിട്ടിയത്. അവന്റെ അച്ഛനമ്മമാർ അതിശയിക്കുകയും അതേസമയം ആശങ്കപ്പെടുകയും ചെയ്തു. എന്താണ് സംഭവിക്കുന്നതെന്ന് അവർക്കൊന്നും മനസ്സിലായില്ല. ഈ കോട്ടിന്റെ പോക്കറ്റിൽ എങ്ങനെയാണ് സ്വർണ്ണ നാണയം വരുന്നത്? മോനെ, ഒരു പ്രാവശ്യം കൂടി ആ കോട്ടിന്റെ പോക്കറ്റിൽ കൈയിട്ട് സ്വർണ്ണ നാണയം കിട്ടുന്നുണ്ടോന്ന് നോക്കി. രാജു വീണ്ടും കോട്ടിന്റെ പോക്കറ്റിൽ കൈയിട്ട് നോക്കി. എന്നിട്ട് വീണ്ടും ഒരു സ്വർണ്ണ നാണയം പുറത്തെടുത്തു. അച്ഛനമ്മമാർക്ക് അത് കണ്ടപ്പോൾ വളരെ സന്തോഷമായി. പിന്നീട് അവർ വീണ്ടും വീണ്ടും രാജുവിനോട് സ്വർണ്ണ നാണയം പുറത്തെടുക്കാൻ പറഞ്ഞു. രാജു വീണ്ടും വീണ്ടും കോട്ടിൽ നിന്നും സ്വർണ്ണ നാണയം പുറത്തെടുത്തു കൊടുത്തുകൊണ്ടേയിരുന്നു. അങ്ങനെ ആ കോട്ടിൽ നിന്നും പുറത്തെടുത്ത സ്വർണ്ണ നാണയങ്ങളുടെ സഹായത്തോടെ അവർ വലിയ ധനികരായി തീർന്നു. ഇത് കണ്ട ഗ്രാമവാസികളെല്ലാവരും അതിശയിച്ചുപോയി. പെട്ടെന്ന് അവരുടെ അടുത്ത് ഇത്രയധികം പണം എങ്ങനെയാണ് വന്നത് എന്നവരാലോചിച്ചു. പിന്നീട് ഗ്രാമവാസികളും തങ്ങളുടെ കഷ്ടപ്പാടുകളെല്ലാം പറഞ്ഞ് അവരോട് സഹായം ചോദിക്കാനായി ചെന്നു. അവരും തങ്ങളെ തേടി വന്ന എല്ലാവരെയും സഹായിച്ചു. പക്ഷേ ഒരു ദിവസം രാജുവിന്റെ അമ്മയ്ക്ക് വല്ലാത്ത ദേഷ്യം വന്നു. ഈ കോട്ട് നമ്മുടെ സ്വന്തമാണ്. എന്തിനാണ് നമ്മൾ മറ്റുള്ളവർക്ക് ഇതിലുള്ള സ്വർണ്ണ നാണയങ്ങളൊക്കെ കൊടുത്ത് സഹായിക്കുന്നത്? അതെ, നീ പറഞ്ഞത് ശരിയാണ്. ഇനി നമുക്ക് ആരെയും സഹായിക്കണ്ട. അവർക്ക് രണ്ടുപേർക്കും അത്യാഗ്രഹമായി. അതിൽ പിന്നെ അവരാരെയും സഹായിക്കാനേ പോയില്ല. അങ്ങനെ ചില ദിവസങ്ങൾ കടന്നുപോയി.
അവരാരെയും സഹായിച്ചതേയില്ല. പൊടുന്നനെ ഒരു ദിവസം ആ കോട്ട് അപ്രത്യക്ഷമായി. രാജു വല്ലാതെ കരയാൻ തുടങ്ങി. എന്നിട്ട് അവൻ തന്റെ അച്ഛനമ്മമാരോട് പറഞ്ഞു, നമ്മുടെ അത്യാഗ്രഹം കാരണമാണ് നമുക്ക് കിട്ടിയ ആ കോട്ട് നഷ്ടപ്പെട്ടത് എന്ന്. അവർ പഴയതുപോലെ വീണ്ടും പാവങ്ങളായി. കുറെ നാളുകൾക്ക് ശേഷം ഒരു പാവപ്പെട്ട വൃദ്ധ രാജുവിന്റെ വീട്ടിൽ സഹായം അഭ്യർത്ഥിച്ചു വന്നു. മോനെ, എന്നെ ഒന്ന് സഹായിക്കാമോ? ദൈവം നിനക്ക് ഒരുപാട് പണം തന്നിട്ടുള്ളതല്ലേ? അതിൽ നിന്ന് കുറച്ച് പണം എനിക്ക് തന്ന് സഹായിക്കാമോ? ഞങ്ങളുടെ അടുത്തിപ്പോ ഒന്നുമില്ല, ഒന്ന് പുറത്തു പോകാമോ? എനിക്ക് ഈ ലോകത്ത് ആരും സഹായത്തിനില്ല മോളെ. എന്റെ പേരക്കുട്ടി അസുഖം പിടിച്ച് കിടപ്പില്ല. ആ വൃദ്ധ അവരോട് സഹായത്തിനായി യാചിക്കുകയായിരുന്നു. അമ്മേ, അവരെ സഹായിക്കമ്മേ. നമ്മൾ എങ്ങനെയാ മോനെ അവരെ സഹായിക്കുക? അതിന് നമ്മുടെ അടുത്തിപ്പോൾ പണമില്ലല്ലോ. നമ്മുടെ അടുത്തുണ്ടായിരുന്ന സ്വർണ്ണ നാണയങ്ങളെല്ലാം തീർന്നു. ഇപ്പൊ നമ്മുടെ അടുത്ത് അവരെ സഹായിക്കാൻ ഒന്നും തന്നെ ഇല്ല. അതൊന്നും എനിക്ക് അറിയണ്ട അമ്മേ. എങ്ങനെയെങ്കിലും അവരുടെ പേരക്കുട്ടിയെ രക്ഷിക്കണം. നമുക്ക് കുറച്ച് ദിവസത്തേക്ക് ഭക്ഷണത്തിനുള്ള പണം മാത്രമേ ഇപ്പൊ കയ്യിലുള്ളൂ. ആ പണം നമ്മൾ ഇവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? സാരമില്ല അമ്മ, ആ പണം ഈ അമ്മൂമ്മയ്ക്ക് നൽകി സഹായിക്ക്. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? നമ്മൾ പട്ടിണിയാകും. അമ്മ, ആ പണം കൊടുക്കമ്മേ. രാജു വീണ്ടും പഴയ ആ സ്ഥലത്തേക്ക് പോയി. അന്നൊരു ദിവസം വൃദ്ധ വീണുകിടന്ന ആ സ്ഥലത്തേക്ക്. അവന്റെ അച്ഛനമ്മമാർ ചെയ്ത തെറ്റിന് അവൻ അവിടെ ചെന്ന് മാപ്പ് ചോദിച്ചു. എന്നിട്ട് അവൻ വീട്ടിലേക്ക് മടങ്ങി വന്നു. അപ്പോഴാണ് അവൻ ആ കാര്യം കണ്ടത്. വീണ്ടും ആ കോട്ട് അവന്റെ കിടക്കയിലിരിക്കുന്നു. അതിനടുത്തു തന്നെ ഒരു ദേവതയും നിൽപ്പുണ്ടായിരുന്നു. അവർ അവനെ നോക്കി പറഞ്ഞു, രാജു, നീ ചെയ്ത നല്ല കാര്യത്തിനാണ് നിനക്ക് ഈ കോട്ട് സമ്മാനമായി കിട്ടിയത്. പക്ഷേ നീ അത്യാഗ്രഹം കാണിച്ചപ്പോൾ ഈ കോട്ട് നിന്നെ ഉപേക്ഷിച്ചു പോയി. ഇനി നീ എത്ര കാലത്തോളം മറ്റുള്ളവരെ സഹായിക്കുന്നുവോ അത്രയും കാലം ഈ കോട്ട് നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇത് അപ്രത്യക്ഷമായി പോകും. ഇല്ല ദേവതേ, നിങ്ങൾ പറഞ്ഞത് മനസ്സിലായി. ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ്. ഇനി ഞങ്ങൾ എല്ലാവരെയും സഹായിക്കും. ഇത് കണ്ടോ അമ്മേ, വീണ്ടും സ്വർണ്ണ നാണയം കിട്ടി. പിന്നീട് രാജു അച്ഛനമ്മമാരോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു മനസ്സിലാക്കി. ഇപ്പോഴെങ്കിലും മനസ്സിലായോ ഈ കോട്ട് നമുക്ക് എങ്ങനെയാ കിട്ടിയതെന്ന്? നമ്മൾ എല്ലാവരെയും സഹായിച്ചപ്പോഴാണ് നമുക്ക് ഈ കോട്ട് ആദ്യം കിട്ടിയത്. അതായത് മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയാണ് ഈ കോട്ട് നമ്മുടെ കയ്യിൽ കിട്ടിയത്. നമ്മൾ അത്യാഗ്രഹം കാണിച്ചപ്പോൾ ഈ കോട്ട് നമ്മളെ വിട്ടു പോവുകയാ ചെയ്തത്. അത്യാഗ്രഹം കാണിക്കാത്തിടത്തോളം കാലം ഇത് നമ്മുടെ കൂടെ ഉണ്ടാവും. അന്നു മുതൽ അവരാ ഗ്രാമവാസികളെല്ലാവരെയും സഹായിക്കാൻ തുടങ്ങി. എന്നിട്ടവർ അവിടുത്തെ വലിയ ധനികരായി ജീവിച്ചു.